അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 16-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ സമർപ്പണ ശ്ലോകമായ 27-ാമത്തെ ശ്ലോകം വരെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ ചരണയുഗ്മങ്ങളിൽ സമർപ്പിക്കുന്നു. യുഗേ ചൈകോനവിംശേധ ത്രേതാഖ്യേ ഭഗവാൻ ഹരി ജമദഗ്നിസുതോ ജാതോ രാമോ നാമ മഹാബല. ക്ഷത്രിയാന്തകര ശ്രീമാൻ സത്യവാദീ ജിതേന്ദ്രിയ ദത്തവാൻ മേദിനീം കൃഷ്ണാം കശ്യപായ മഹാത്മനെ. യോ വൈ പരശുരാമാഖ്യോ ഹരേരദ്ഭുതകർമ്മണ അവതാരസ്തു രാജേന്ദ്ര കഥിത പാപനാശന. ത്രേതായുഗേ രഘോർവംശേ രാമോ ദശരഥാത്മജ നരനാരായണാംശൗ ദ്വൗ ജാതൗ ഭുവി മഹാബലൗ. അഷ്ടാവിംശേ യുഗേ ശസ്തൗ ദ്വാപരേർജുന ശൗരിണ ധരാഭാരാവതാരാർത്ഥം ജാതൗ കൃഷ്ണാർജുനൗ ഭുവി. കൃതവന്തൗ മഹായുദ്ധം കുരുക്ഷേത്രേതി ദാരുണം. ഏവം യുഗേ യുഗേ രാജൻ അവതാരാ ഹരേ കില. ഭവന്തി ബഹവഃ കാമം പ്രകൃതേരനുരൂപതാം പ്രകൃതേരഖിലം സർവം വശമേതജ്ജഗത്രയം. യഥേച്ഛതി തഥൈവേയം ഭ്രാമയത്യനിശം ജഗൽ. പുരുഷസ്യ പ്രിയാർത്ഥം സാരചയത്യഖിലം ജഗൽ.
സൃഷ്ട്വാ പുരാഹി ഭഗവാൻ ജഗതേതച്ചരാചരം സർവാദിസർവകശ്ചാസൗ ദുർജ്ഞേയ പരമോവ്യയ നിരാലംബോ നിരാകാരോ നിസ്പൃഹശ്ച പരാൽപര ഉപാധിതസ്ത്രിധാ ഭാതി യസ്യാസാ പ്രകൃതിപരാ ഉൽപ്പത്തി കാലയോഗാത് സാ ഭിന്നാ ഭാതി ശിവാ തദാ സാ വിശ്വം കുരുതേ കാമം സാ പാലയതി കാമദാം കൽപ്പാന്തേ സംഹരത്യേവ ത്രിരൂപാ വിശ്വമോഹിനി തയാ യുക്തോ സൃജൽ ബ്രഹ്മ വിഷ്ണു പാതി തയാന്വിതാം രുദ്ര സംഹരത്തെ കാമം തയാ സമ്മിളിത ശിവ സാ ചൈവോത്പാദ്യ കാകുൽസ്ഥം പുരാ വൈ നൃപസത്തമം കുത്രചിൽ സ്ഥാപയാമാസ ദാനവാനാം ജയായ ച ഏവമസ്മിംശ്ച സംസാരേ സുഖദുഃഖാന്വിതാ കില ഭവന്തി പ്രാണിനഃ സർവേ വിധിതന്ത്രനിയന്ത്രിതാ. ശ്രീ ജഗദംബികായേ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ ചതുർത്ഥസ്കന്ധേ ഷോഡശോऽധ്യായ. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 16-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ 27 കൂടിയുള്ള ശ്ലോകങ്ങളെ പാരായണം ചെയ്ത് സമർപ്പിച്ചു. ഇനി ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. 19-ാമത്തെ യുഗം ത്രേതാ തന്നിൽ ജമദഗ്നി പുത്രനായി രാമനായി അവതരിച്ചു. ജിതേന്ദ്രിയൻ സത്യവാദി രാമൻ ക്ഷത്രിയ കുലത്തെ ജയിച്ചു. ഭൂമിയെ കശ്യപനായി നൽകിനാൻ. പരശുരാമനാം ഹരി തന്റെ കഥ കേൾക്കുന്നതു പാപനാശകമാണെന്നു പറഞ്ഞിടുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ത്രേതായുഗം തന്നിൽ ദശരഥ പുത്രനാം രാമനായി പിന്നീടു നരനാരായണന്മാരായല്ലോ. 28-ാം ദ്വാപരത്തിങ്കൽ കൃഷ്ണാർജുനന്മാർ ഈ ഭൂമി തൻ ഭാരം തീർക്കാൻ ആയിരുന്നല്ലോ. കുരുക്ഷേത്ര യുദ്ധത്തിങ്കൽ 2 പേരും പങ്കെടുത്തു. ഹരി അവതരിക്കുന്നു യുഗങ്ങൾ തോറും. പ്രകൃതി നിയോഗത്തിനാൽ അവതാരം നടക്കുന്നു. പ്രകൃതിക്കു അധീനമീ ത്രിലോകങ്ങളും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പോലെ ജഗത്തിനെ തിരിക്കുന്നു പ്രകൃതിയും. പരംപുരുഷന്റെ പ്രീതിക്കായി സൃഷ്ടിയും. ചരാചര ജഗത്തിനെ ഭഗവാനും സൃഷ്ടിക്കുന്നു. സർവാദി സർവഗതനും ദുർജ്ഞേയനുമാം. നിരാലംബൻ നിരാകാരൻ നിസ്പൃഹനും പരാൽപരൻ ഉപാധിയാൽ 3 കാണപ്പെടുന്നു.
അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പ്രപഞ്ചോൽപത്തി സമയം പ്രകൃതി ഭിന്നമായി തോന്നും, വിശ്വം രചിക്കുന്നു പാലിക്കുന്നു ഈശ്വരീ. കൽപ്പാന്ത്യത്തിൽ സംഹരിക്കുന്നതുമിതേ ദേവി തന്നെ, അവളുമായി ചേർന്നു ബ്രഹ്മാ സൃഷ്ടിച്ചിടുന്നു. അവളുടെ മറ്റൊരു രൂപവുമായി ചേർന്നു കൊണ്ട് വിഷ്ണുലോകം പാലിക്കുന്നു എന്നുമറിയൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അവളോടു ചേർന്നു രുദ്രൻ സംഹാരവും നടത്തുന്നു. ഈ പ്രകൃതി രാമചന്ദ്രനെയും സൃഷ്ടിച്ച് ദാനവരെ ജയിക്കാനായി എവിടെയോ വാഴിച്ചല്ലോ. സംസാരത്തിൽ സകലരും വിധിമോഹിത. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 16-ാമത്തെ അധ്യായം 14 മുതൽ 27 കൂടിയുള്ള ശ്ലോകങ്ങളെ നമ്മൾ ഇന്ന് വിചാരം ചെയ്യണം. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവീ നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ നമ്മളിതാ ആരംഭിക്കുന്നു. 14-ാമത്തെ ശ്ലോകം. യുഗേ ചൈകോനവിംശേധ ത്രേതാഖ്യേ ഭഗവാൻ ഹരി ജമദഗ്നിസുതോ ജാതോ രാമോ നാമ മഹാബല. നരസിംഹാവതാരത്തെക്കുറിച്ചും വാമനാവതാരത്തെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം വേദവ്യാസം പറഞ്ഞു, പിന്നീട് ത്രേതം എന്ന 19-ാമത്തെ യുഗത്തിൽ, ആ 19-ാമത്തെ യുഗത്തിലെ ആ ത്രേതായുഗത്തിൽ ഭഗവാൻ ഹരി ജമദഗ്നിയുടെ പുത്രനായി, ജാമദഗ്നിനായി, പരാക്രമശാലിയായ രാമനായി അവതരിച്ചു. ക്ഷത്രിയാന്തകര ശ്രീമാൻ സത്യവാദി ജിതേന്ദ്രിയ
ദത്തവാൻ മേദിനിം കൃഷ്ണാം കശ്യപായ മഹാത്മനെ. ജിതേന്ദ്രിയനും സത്യവാദിയുമായിരിക്കുന്ന ആ രാമൻ, ആ പരശുരാമൻ ക്ഷത്രിയകുലത്തെ മുഴുവൻ നശിപ്പിച്ചിട്ട് പിടിച്ചെടുത്ത സമസ്ത ഭൂമണ്ഡലത്തെയും ബ്രാഹ്മണർക്കായി അല്ലെങ്കിൽ കശ്യപമുനിക്ക് ദാനം ചെയ്തു എന്ന് പറയുന്നു. യോ വൈ പരശുരാമാഖ്യോ ഹരേരത്ഭുതകർമ്മണ. ഈ അത്ഭുതകർമാവായ ഹരിയുടെ പരശുരാമൻ എന്നു പേരുള്ള ഈ അവതാരം, അവതാരസ്തു രാജേന്ദ്ര കഥിത പാപനാശന. ഈ അവതാരത്തിൻ്റെ കഥ പാടുന്നത് പാപങ്ങളെ ഇല്ലാതെയാക്കും, പാപനാശകമാണ് എന്ന് പറയുന്നു. ത്രേതായുഗേ രഘോർവംശേ രാമോ ദശരഥാത്മജ. ത്രേതായുഗത്തിൽ ദശരഥപുത്രനായി രാമൻ എന്ന പേരിൽ അവതരിച്ചു. പിന്നെയോ നരനാരായണാംശൗ ദൗ ജാതൗ ഭുവി മഹാബലൗ. പിന്നീട് നരനാരായണന്മാര്, മഹാബലവാന്മാരും തപസ്സികളുമായിട്ടുള്ള നരനാരായണന്മാരായി രണ്ടുപേരായിട്ട് ഭഗവാൻ അവതരിച്ചു. അഷ്ടാവിംശേ യുഗേ ശസ്തൗ ദ്വാപരേ അർജുന ശൗരിണ. 28ാമത്തെ ദ്വാപരയുഗത്തിൽ അർജുനനായും ശൗരിയായും ശ്രീകൃഷ്ണനായും അവതരിച്ചു. ധരാഭാരാവതാരാർത്ഥം ജാതൗ കൃഷ്ണാർജുനൗ ഭുവി. അപ്പോൾ അവിടെ ഈ 28ാമത്തെ ദ്വാപരയുഗത്തിൽ അർജുനകൃഷ്ണന്മാരായി അവതരിച്ചു. രണ്ടുപേരും പ്രസിദ്ധരായിരുന്നു. കൃഷ്ണാർജുനന്മാരായി ഭൂമിയിൽ അവതരിച്ചത് എന്തിനു വേണ്ടിയാണ്? ധരാഭാരാവതാരാർത്ഥം. ധരയുടെ ഭാരത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അവതരിച്ചത്. കൃതവന്തൗ മഹായുദ്ധം കുരുക്ഷേത്രേതി ദാരുണം ഏവം യുഗേ യുഗേ രാജന്നവതാര ഹരേ കില. രണ്ടുപേരും കൃഷ്ണാർജുനന്മാര് കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന അതിഭയങ്കരമായ ദാരുണം യുദ്ധത്തിൽ പങ്കെടുത്തു. രാജാവേ, ഇങ്ങനെ യുഗം തോറും ഹരിയുടെ അവതാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏവം യുഗേ യുഗേ രാജൻ അവതാരാ ഹരേ കില. ഭവന്തി ബഹവ കാമം പ്രകൃതേരനുരൂപത പ്രകൃതേരഖിലം സർവം വശമേതജ്ജഗത്രയം. പ്രകൃതിയുടെ നിയോഗത്തിന് അനുസരിച്ച് അനേകം അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ 3 ലോകവും ആ പ്രകൃതിക്ക് അധീനമാണ്, ആ ദേവിക്ക് അധീനമാണെന്ന് ചുരുക്കം. അപ്പോ യഥേച്ഛതി തഥൈവേയം ഭ്രാമയത്യനിശം ജഗൽ പുരുഷസ്യ പ്രിയാർത്ഥം സാ രചയത്യഖിലം ജഗൽ. ഈ ജഗത്തിനെ അവളിച്ഛിക്കുന്ന വിധത്തിൽ സദാ തിരിച്ചുകൊണ്ടിരിക്കുന്നു. ആര്? പ്രകൃതി. പരംപുരുഷന്റെ പ്രീതിക്ക് വേണ്ടി ആ പ്രകൃതി ഈ ലോകത്തെ, ഈ വിശ്വത്തെ ചമയ്ക്കുന്നു. പണ്ട് സൃഷ്ട്വാ പുരാഹി ഭഗവാൻ ജഗതേതച്ചരാചരം സർവാദി സർവഗശ്ചാസൗ ദുർജ്ഞേയ പരമോവ്യയ. പണ്ട് ചരാചരാത്മകമായ ഈ ജഗത്തിനെ, ഈ ലോകത്തെ സൃഷ്ടിച്ച ഭഗവാൻ സർവാദിയും സർവഗതനും ദുർജ്ഞേയനും അതേപോലെ തന്നെ പരമ്പുമാനും അവ്യയനും നിരാലംബോ നിരാകാരോ നിസ്പൃഹശ്ച പരാത്പര. നിരാലംബനും നിരാകാരനും നിസ്പൃഹനും പരാൽപരനുമാണ്. ഉപാധിതസ്ത്രിധാഭാതി യസ്യാസാ പ്രകൃതി പര. ആ ഭേദപ്രതീതി ഉണ്ടാക്കുന്നത് എന്താണോ അതാണ് മൂലപ്രകൃതി. പരമാത്മാവിന് ആ യോഗമായുമായി അഭിന്നമായ ബന്ധമാണുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിരാലംബനും നിരാകാരനും നിസ്പൃഹനും പരാൽപരനുമാണ്. മായയുടെ ഉപാധി രൂപമനുസരിച്ച്, ഉപാധി ഭേദമനുസരിച്ച് ബ്രഹ്മാവിഷ്ണു മഹേശ്വര രൂപത്തിൽ 3 കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉൽപ്പത്തി കാലയോഗാത്സ ഭിന്നാഭാതി ശിവാതദാ. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി സമയത്ത് ശിവാത്മികയായിരിക്കുന്ന പ്രകൃതി ആ പരമാത്മാവിൽ നിന്ന് ഭിന്നമായതുപോലെ തോന്നും.
എപ്പോഴാണോ ബഹിർമുഖമായിത്തീരുന്നത് അപ്പോഴാണ് ഭിന്നമാണെന്നുള്ള തോന്നൽ വരിക. സാ വിശ്വം ഗുരുതേ കാമം സാ പാലയതി കാമത. അപ്പോ പരമാത്മാവിൽ നിന്ന് ഭിന്നയായി ഏകയായി അവൾ വിശ്വം രചിക്കണു, പാലിക്കണു, എല്ലാ ജീവികളുടെയും മനോരഥത്തെ സാധിപ്പിക്കുകയും ചെയ്യും. കൽപ്പാന്തേ സംഹരത്യേവ ത്രിരൂപാ വിശ്വമോഹിനി തയായുക്തോ സൃജൽ ബ്രഹ്മ വിഷ്ണു പാതി തയാന്വിത. കൽപ്പാവസാനത്തിൽ സൃഷ്ടിക്കണു, രക്ഷിക്കണു, കൽപ്പാവസാനത്തിൽ ഈ വിശ്വത്തെ സംഹരിക്കുന്നതും അവൾ തന്നെയാണ്. വിശ്വമോഹിനിയായ അവൾക്ക് 3 രൂപങ്ങളുണ്ട്. അപ്പോൾ അവളുടെ മറ്റ് രൂപങ്ങൾ ആ ഒന്നാമത്തെ രൂപവുമായി ചേർന്ന് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു. തയായുക്തോ സൃജൽ ബ്രഹ്മ വിഷ്ണു പാതി തയാന്വിത. മറ്റൊന്നുമായി ചേർന്ന് വിഷ്ണു പ്രജാപരിപാലനം നടത്തുന്നു, അല്ലെങ്കിൽ സ്ഥിതി ലോകപരിപാലനം നടത്തുന്നു. രുദ്രസംഹരതേ കാമം തയാ സമ്മിളിത ശിവ. അവളോട് ചേർന്ന് രുദ്രൻ സംഹരിക്കുന്നു. അപ്പം ഈ പ്രകൃതി തന്നെയാണ് പണ്ട് സാ ചൈവോൽപാദ്യ കാകുൽസ്ഥം പുരാവൈ നൃപസത്തമം. രാജർഷിയായ രാമചന്ദ്രനെ സൃഷ്ടിച്ചിട്ട് കുത്രജിൽ സ്ഥാപയാമാസ ദാനവാനാം ജയായച. ദാനവാന്മാരെ ജയിക്കുന്നതിന്, ദൈത്യദാനവന്മാരെ ജയിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ കുത്രജിൽ എവിടെയോ ഒരു സ്ഥലത്ത് വാഴിച്ചു. ഇങ്ങനെ ഏവമസ്മിംശ്ച സംസാരേ സുഖദുഃഖാന്വിതാ കിലാം ഭവന്തി പ്രാണിന സർവേ വിധിതന്ത്ര നിയന്ത്രിത. ഈ സംസാരത്തിൽ സകല ജന്തുജാലങ്ങൾക്കും, സകല ജീവികൾക്കും, സകല പ്രാണികൾക്കും വിധിക്ക് അനുസരിച്ച്, വിധിതന്ത്രത്തിന് വിധേയമായി സുഖദുഃഖങ്ങൾ ഉണ്ട്, അത് അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള 27ാമത്തെ ശ്ലോകത്തോടുകൂടി ശ്രീമദ് ദേവി ഭാഗവതം 4ാമത്തെ സ്കന്ധം 16ാമത്തെ അധ്യായം ഇപ്പോൾ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.